ഉദ്ധിതനായ ഈശോയാൽ ഏറെ സ്നേഹിക്കപ്പെടുന്നവരെ, പ്രത്യാശ ഒരിക്കലും നമ്മെ നിരാശപ്പെടുത്തുന്നില്ല. അത് നമ്മുടെ ആത്മാവിൻ്റെ നങ്കൂരമാണ്. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വാക്കുകളാണിവ. പ്രത്യാശയുടെ വർണ്ണങ്ങൾ വാരി വിതറി വീണ്ടും ഉയർപ്പ് തിരുനാൾ ആഗതമായിരിക്കുകയാണ്. ക്രിസ്തുവിൻ്റെ സമാധാനം നമ്മുടെയൊക്കെ വ്യക്തി ജീവിതങ്ങളിലും കുടുംബജീവിതങ്ങളിലും നിറഞ്ഞു നിൽക്കട്ടെ എന്ന് ആദ്യമേ തന്നെ ആശംസിക്കുന്നു. ഓരോ ഉയർപ്പ് തിരുനാളും ഒരു ഓർമ്മപ്പെടുത്തലാണ്. നിന്റെ ജീവിതത്തിലെ സങ്കടങ്ങൾക്കും കണ്ണുനീരിനും അപ്പുറം പ്രത്യാശയുടെ, സമാധാനത്തിൻ്റെ, ഒരു ദൈവസ്നേഹത്തിൻ്റെ പദ്ധതി വിഭാവനം ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ള വലിയ ഓർമ്മപ്പെടുത്തൽ. ജെറമിയ പ്രവാചകന്റെ പുസ്തകം 29-ാം അധ്യായം 11-ാം തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് പോലെ, നിന്നെക്കുറിച്ചൊരു പദ്ധതി എൻ്റെ മനസ്സിലുണ്ട്. അത് നിന്റെ നാശത്തിനല്ല, ക്ഷേമത്തിനുള്ള പദ്ധതിയാണ്. നമുക്കൊക്കെ ശുഭകരമായ ഭാവി പ്രദാനം ചെയ്യുന്ന ദൈവത്തിൻ്റെ പദ്ധതി, ആ പദ്ധതിക്ക് വേണ്ടി കാത്തിരിക്കാൻ ഞാൻ ഇനിയും സന്നദ്ധനാണോ എന്നുള്ള വലിയ ചോദ്യമാണ് ഓരോ ഉയർപ്പ് തിരുനാളും നമ്മുടെ മുൻപിൽ തുറന്നു വയ്ക്കുക. ത്യാഗപൂർണമായ 50 ദിവസത്തെ നോമ്പിനും പ്രാർത്ഥനയ്ക്കും പരിചിന്തനത്തിനും ശേഷം ക്രിസ്തുവിൻ്റെ സമാധാനത്തിലേക്ക് നാം ഇന്ന് പ്രവേശിക്കുമ്പോൾ പൗലോസ്ലീഹായുടെ വാക്കുകൾ നമ്മുടെയൊക്കെ ഹൃദയങ്ങളിൽ മുഴങ്ങി കേൾക്കട്ടെ. പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല. റോമാലേഖനം 5-ാം അധ്യായം 5-ാം തിരുവചനം. ഈശോ സത്യമായും ഉയർത്തെഴുന്നേറ്റു എന്നതിനുള്ള ഒരു പ്രധാന തെളിവ് ആദിമ സഭ തന്നെയാണ്. യഹൂദരെ ഭയന്ന് കഥകടച്ചിരുന്ന ശിഷ്യന്മാർ പിന്നീട് സധൈര്യം ക്രിസ്തുവിനെ പ്രഘോഷിക്കുന്നതും, ക്രിസ്തുവിനെ അനുഭവിച്ചറിഞ്ഞിട്ടില്ലാത്ത എസ്തപ്പാനോസും സാവൂളുമെല്ലാം ക്രിസ്തുവിൻ്റെ സ്നേഹം തിരിച്ചറിഞ്ഞ് ഉദ്ധാന അനുഭവം സ്വന്തമാക്കി ക്രിസ്തുവിന് വേണ്ടി സാക്ഷികളായി മാറിയതും ഉദ്ധാനത്തിൻ്റെ ഒരു തെളിവായി നിലകൊള്ളുകയാണ്. ഈ ഒരു അനുഭവം ഇന്നും നിലകൊള്ളുന്നു, നിലനിൽക്കുന്നു എന്നതാണ് സത്യം. 2000 വർഷങ്ങൾക്കിപ്പുറവും ഒത്തിരിയേറെ മതപീഡനങ്ങളും തകർച്ചകളും മർദ്ദനങ്ങളും എല്ലാം കടന്നു വന്നിട്ടും ഇന്നും കത്തോലിക്കാ സഭ ക്രിസ്തുവിൻ്റെ ഈ ഉദ്ധാന അനുഭവം പങ്കുവയ്ക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമുക്കോർക്കാം, ഉദ്ധാന അനുഭവം നമ്മുടെ ജീവിതങ്ങളിലും സംലഭ്യമാണ് എന്ന്. വിശ്വാസം എന്താണെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ കുറിക്കുന്നത് വളരെ മനോഹരമായ ഒരു നിർവചനത്തിലൂടെയാണ്. വിശ്വാസം എന്നാൽ നിന്റെ സന്തോഷങ്ങളിലും സങ്കടങ്ങളിലും ഒരുപോലെ നിന്റെ കരം പിടിച്ച് നിന്റെ ഈശോ നിന്റെ കൂടെയുണ്ട് എന്നുള്ള ഉറപ്പാണ്. ഹൃദയസ്പർശിയായ ഒരു ക്രിസ്തീയ ഗാനമാണ് ഇലപൊഴിയും കാലങ്ങൾക്കപ്പുറം. ആ ഗാനത്തിന്റെ ഈരടികൾ തന്നെ കൂടുതൽ പ്രത്യാശ നമ്മിൽ ജനിപ്പിക്കുന്നതാണ്. ഇലപൊഴിയും കാലങ്ങൾക്കപ്പുറം തളിരണിയും കാലമുണ്ടെന്നോർക്കണം, കവിളിലൂടെ ഒഴുകുന്ന കണ്ണീരിനപ്പുറം പുഞ്ചിരിയുണ്ടെന്നോർക്കണം, പ്രത്യാശയോടെ നീ ദൈവത്തെ നോക്കിയാൽ അവൻ ഉത്തരം നൽകുമെന്നോർക്കണം. പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ കണ്ണുനീരുകൾക്കപ്പുറത്തേക്ക്, നമ്മുടെയൊക്കെ ജീവിതങ്ങളിലെ ദുഃഖവെള്ളികൾക്കപ്പുറത്ത് ക്രിസ്തുവിൻ്റെ സ്നേഹവും സമാധാനവും പ്രത്യാശയും അനുഭവിക്കുന്ന ഒരു ഉയർപ്പ് തിരുനാൾ ഉണ്ട് എന്നുള്ള വലിയ ബോധ്യം നമുക്ക് ഈ തിരുനാൾ ദിവസം സ്വന്തമാക്കാം. തിരുനാളുകളുടെ തിരുനാളായ ഉയർപ്പ് തിരുനാളിൻ്റെ ആ ഒരു ചൈതന്യം നമ്മുടെ ജീവിതങ്ങളിലേക്ക് നമുക്ക് സാംശീകരിക്കാം. മത്തായി സുവിശേഷത്തിന്റെ തുടക്കത്തിൽ 1-ാം അധ്യായം 23-ാം തിരുവചനത്തിൽ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു, ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് അവൻ വിളിക്കപ്പെടും. അങ്ങനെ ഇമ്മാനുവേൽ ആകാൻ ആഗ്രഹിച്ച്, കൂടെയാകാൻ ആഗ്രഹിച്ച്, യുഗാന്തം വരെ ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടാകുമെന്നുള്ള ആ ഒരു വലിയ വാഗ്ദാനം നമുക്ക് സമ്മാനിച്ച്, 1-2 പേർ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുന്നിടത്ത് അവരുടെ മധ്യേ ഞാൻ ഉണ്ടായിരിക്കുമെന്നുള്ള വലിയ പ്രത്യാശയുടെ വചനം നമുക്കായി പങ്കുവെച്ച് ഇന്നും നമ്മുടെ ജീവിത സായാഹ്നങ്ങളിൽ, നമ്മുടെ പച്ചയായ ജീവിത യാഥാർത്ഥ്യങ്ങളിൽ ക്രൂശിതനായ ഈശോ ഉദ്ധാന അനുഭവം സ്വന്തമാക്കാൻ നമ്മുടെ മുൻപിൽ സന്നിഹിതനാണ് എന്നുള്ള വലിയ ഓർമ്മപ്പെടുത്തലായി ഉയർപ്പ് തിരുനാൾ മാറേണ്ടതുണ്ട്. ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ തകർച്ചകളൊക്കെ വരുമ്പോൾ എന്തുകൊണ്ട് ദൈവമേ നീ എന്നെ ഉപേക്ഷിച്ചു എന്നുള്ള പതിവ് പ്രാർത്ഥനയ്ക്കപ്പുറത്ത് ക്രിസ്തുവിൻ്റെ സമാധാനം സ്വന്തമാക്കി ആ സമാധാനവും സ്നേഹവും മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കുന്ന ഒരു ജീവിത സാക്ഷ്യത്തിനായി നമുക്ക് ഈ ദിവസം ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. എല്ലാം തകർന്നുവെന്ന് കരുതി ജെറുസലേമിൽ നിന്ന് എമ്മാവൂസിലേക്ക് പോകുന്ന 2 ശിഷ്യന്മാരെ ലൂക്കാ സുവിശേഷത്തിന്റെ 24-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അവരുടെ പ്രതീക്ഷകളെല്ലാം തകർന്നു. അവർ ആഗ്രഹിച്ച രാജകീയ മിശിഹ അവരുടെ മുൻപിൽ ക്രൂശിക്കപ്പെട്ടപ്പോൾ അവർക്ക് ഇനി എന്ത് എന്നുള്ള ചിന്തയാ.
അവരങ്ങനെ യാത്ര ചെയ്യുമ്പോൾ അവർ പങ്കുവയ്ക്കുന്ന പരിദേവനങ്ങൾക്കും സങ്കടങ്ങൾക്കുമെല്ലാം ഒരു ഉദ്ധാന അനുഭവം പകർന്നു കൊടുത്തുകൊണ്ട് ഈശോ അവരെ അനുഗമിക്കുന്നുണ്ട്. അവരുടെ ഹൃദയങ്ങളെ ജ്വലിപ്പിച്ച് കണ്ണുകൾ തുറന്ന് വിശുദ്ധ കുർബാന എന്ന ഉദ്ധാന അനുഭവം അവർക്ക് പങ്കുവെച്ചുകൊണ്ട് ഈശോ തിരികെ യാത്രയാകുമ്പോൾ അവരുടെ ഹൃദയസ്പർശിയായ ഒരു പ്രാർത്ഥനയുണ്ട്. മാനെ നൊബിസ്കും ദോമിനെ, നാഥ കൂടെ വസിച്ചാലും. പ്രിയമുള്ളവരെ, ജീവിതത്തിൽ ഒരിക്കലും ഞങ്ങളെ വിട്ടുപോകരുതേ എന്നുള്ള വലിയ പ്രാർത്ഥന അനുഭവം സ്വന്തമാക്കി വിശുദ്ധ കുർബാനയിലൂടെ എഴുന്നള്ളുന്ന ഈശോയുടെ ഉദ്ധാന അനുഭവത്തെ ഹൃദയത്തിലേക്ക് ആവർജിച്ചെടുക്കുവാനുള്ള ഓർമ്മപ്പെടുത്തലായി ഈ തിരുനാൾ ദിവസം മാറണം. എന്നെ അനുഗ്രഹിച്ചാലല്ലാതെ ഞാൻ നിന്നെ പോകാൻ അനുവദിക്കുകയില്ല എന്നുള്ള പഴയ നിയമത്തിലെ യാക്കോബിന്റെ ആ ഒരു വലിയ ആഗ്രഹവും തീക്ഷ്ണതയും നമുക്കും നമ്മുടെ ജീവിതങ്ങളിൽ കാത്തു സൂക്ഷിക്കാം. ഹൃദയങ്ങളെ ജ്വലിപ്പിക്കുന്ന മിശിഹ എന്ന അനുഭവം, വിശുദ്ധ കുർബാന എന്ന അനുഭവം, അത് ജീവിതത്തിലേക്ക് സ്വീകരിക്കാൻ നമുക്ക് പരിശ്രമിക്കാം. രണ്ടാം ലോക മഹായുദ്ധ കാലത്ത് ശത്രുക്കളിൽ നിന്നും രക്ഷപ്പെടാൻ പരിശ്രമിച്ച ഒരു ജൂത പെൺകുട്ടിയുടെ ഒരു അനുഭവം ഇപ്രകാരമാണ്. അവൾ ഒരു ഗുഹയിൽ അടയ്ക്കപ്പെട്ടു. ഒടുവിൽ ആ ഗുഹയിൽ തന്നെ അവൾ മരണപ്പെട്ടു. പിന്നീട് ആ ഗുഹയിലേക്ക് പ്രവേശിച്ചപ്പോൾ ആ ഗുഹയുടെ ഭിത്തിയിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നത് കണ്ടു: സൂര്യൻ കത്തി ജ്വലിക്കുന്നില്ലെങ്കിലും എനിക്കുറപ്പാണ് സൂര്യൻ ഉണ്ടെന്ന്. സ്നേഹം നുകരാനും അനുഭവിക്കാനും എനിക്ക് കഴിയുന്നില്ലെങ്കിലും എനിക്ക് ഇന്നും ഉറപ്പാണ് ഉദ്ധിതനായ ഈശോ എന്നോടൊപ്പമുണ്ട് എന്ന്. പ്രിയമുള്ളവരെ, ഈ ഒരു അനുഭവത്തിലേക്കാണ് നമ്മളും കടന്നു വരേണ്ടത്. ഇനി മുന്നോട്ട് എന്ത് എന്നുള്ള വലിയ തകർച്ചയുടെ, നൊമ്പരത്തിന്റെ, കണ്ണുനീരിന്റെ ആശങ്കകൾ നമ്മുടെ ജീവിതങ്ങളെ പിടിച്ചു കുലുക്കിയേക്കാം. ഒത്തിരിയേറെ പ്രാർത്ഥിച്ചിട്ടും നിവർത്തിക്കപ്പെടാതെ പോകുന്ന പ്രാർത്ഥനകളിൽ മാത്രം ക്രിസ്തുവിന്റെ സ്നേഹത്തെ കണ്ടുമുട്ടാതെ ഒരു ഉദ്ധാന അനുഭവം സ്വന്തമാക്കാൻ നാം പരിശ്രമിക്കുന്നുവെങ്കിൽ തീർച്ചയായും ജീവിതത്തിന്റെ എല്ലാ നിമിഷവും എൻ്റെ ദൈവം ഞാൻ തോൽക്കാൻ അനുവദിക്കുന്നില്ല എന്നുള്ള പ്രത്യാശയോടു കൂടെ ആയിരിക്കുവാൻ നമുക്ക് സാധിക്കും. ഉദ്ധാന അനുഭവം പത്രോസ്ലീഹായിക്കും മറ്റു ശിഷ്യന്മാർക്കും ഈശോ പങ്കുവെച്ചു കൊടുക്കുന്ന ഒരു സംഭവം യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായത്തിന്റെ വാക്യങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്. അവിടെ 15-ാം വാക്യം മുതൽ ഈശോ ഒരു ചോദ്യം തന്നെ 3 തവണ പത്രോസ്ലീഹായോട് ചോദിക്കുന്നുണ്ട്. യോഹന്നാന്റെ പുത്രനായ ശിമയോനെ, നീ ഇവരെക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? പ്രിയമുള്ളവരെ, ഈ ഉയർപ്പ് തിരുനാൾ ഈ ഒരു ചോദ്യത്തിന് ജീവിതം വഴി ഉത്തരം കൊടുക്കേണ്ട ഒരു തിരുനാളായി മാറട്ടെ. ഒരുപക്ഷെ അവനെ തള്ളിപ്പറഞ്ഞ, അവനെ ഒറ്റിക്കൊടുത്ത, അവനെ വിട്ട് ദൂരെ ഓടി മറഞ്ഞ പീഠാനുഭവ വെള്ളിയുടെ നൊമ്പരങ്ങളും ഹൃദയത്തിന്റെ മുറിവുകളുമൊക്കെ നമ്മുടെ ജീവിതത്തിൽ അവശേഷിക്കുന്നുണ്ടെങ്കിലും ഈ ഒരു ഉത്തരത്തിലൂടെ ഒരു ഉത്ഥാന അനുഭവത്തിലേക്ക് ഈശോ നമ്മെ ക്ഷണിക്കുകയാണ്, സ്വീകരിക്കുകയാണ്. ഉപകർത്താവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്ന് നീ അറിയുന്നുവല്ലോ എന്നുള്ള 2 തവണ ഉള്ള പത്രോസിന്റെ ആ ഒരു ഉത്തരത്തിനു ശേഷം 3ാമത് ഹൃദയം തുറന്നുള്ള അവന്റെ ഉദ്ധാന സാക്ഷ്യം, കർത്താവെ നീ എല്ലാം അറിയുന്നു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്നും നീ അറിയുന്നു എന്നുള്ളതായിരുന്നു. അതുതന്നെയാകട്ടെ ഈ ഉദ്ധാന ദിവസം നമ്മൾ ഈശോയ്ക്ക് കൊടുക്കേണ്ട പ്രാർത്ഥന. ഈശോയെ, നീ എല്ലാം അറിയുന്നു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്നും ഞാൻ നിന്റേതാണെന്നും നീ എനിക്ക് വേണ്ടി ക്രൂശിൽ മരിച്ച് ഉദ്ധാനം ചെയ്തുവെന്നും ഞാൻ വിശ്വസിക്കുന്നു എന്നുള്ള വലിയ പ്രതീക്ഷയോടുകൂടെ, വലിയ തീക്ഷ്ണതയോടുകൂടെ ഉദ്ധിതനെ സ്വന്തമാക്കാൻ, ഉദ്ധിതന്റെ ജീവിതത്തിലേക്ക് സ്വീകരിക്കാൻ നമുക്ക് പരിശ്രമിക്കാം. ലോകം വെച്ചു നീട്ടുന്ന സുഖങ്ങളും മോഹങ്ങളും അധികാരങ്ങളും അറിവുകളും വിജ്ഞാനങ്ങളൊന്നുമല്ല, മറിച്ച് ഉദ്ധിതനെ തന്നെ ജീവിതത്തിലേക്ക് സ്വീകരിക്കുവാനുള്ള വലിയ ഒരു ആഹ്വാനം സ്വീകരിച്ച് ഉദ്ധാന അനുഭവം പങ്കുവയ്ക്കാനും അനുഭവിക്കുവാനും നമുക്ക് പരിശ്രമിക്കാം. ഏറ്റവും വലിയ ഉദ്ധാന അനുഭവമായ ഈ വിശുദ്ധ ബലിയിൽ നാം പങ്കെടുക്കുമ്പോൾ നമുക്കും പ്രാർത്ഥിക്കാം. ഈശോയെ, നീയാകുന്ന ഉദ്ധാന അനുഭവത്തെ ഹൃദയത്തിൽ സ്വീകരിക്കാൻ എന്നെ ശക്തനാക്കണമേ. ഈശോയെ, നിന്റെ സമയത്തിനായി കാത്തിരുന്ന് മനസ്സുമടുക്കാതെ പ്രത്യാശയോടുകൂടെ നീ എൻ്റെ ജീവിതത്തിൽ ഇടപെടുന്ന ആ നിമിഷത്തിനു വേണ്ടി, ആ ഒരു സമയത്തിനു വേണ്ടി കാത്തിരിക്കാൻ, എൻ്റെ ഹൃദയങ്ങളെ ജ്വലിപ്പിച്ച് കണ്ണുകൾ തുറന്ന് നിന്റെ അനുഭവം, ഉദ്ധാന അനുഭവം സ്വന്തമാക്കാൻ എന്നെ ശക്തനാക്കണമേ എന്ന് നമുക്ക് ഈ വിശുദ്ധ ബലിയിൽ പ്രാർത്ഥിക്കാം. ദിവ്യകാരുണ്യ ഈശോ നമ്മെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.